മലയാളത്തിൽ അങ്ങനെ ഒരു റോ ആക്ഷൻ പടം വരാറില്ല. ഒരു തമിഴ് ഫ്ലേവർ ഉള്ള ഒരു മലയാള ചിത്രമായിരിക്കും എന്നുള്ളതാണ്. 92 ദിവസം ഈ സിനിമ ഷൂട്ട് ചെയ്തു, ഒറ്റ ഷെഡ്യൂളായിരുന്നല്ലേ? എങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത്? അതൊരു ത്രില്ലായിരുന്നല്ലോ. അത് ഇനി അങ്ങനെ ഒരു പരിപാടികളൊക്കെ അതാണ്. കബഡിയൊക്കെ നമ്മൾ ഇനി ചെയ്യുമെന്നോ ഒന്നും അറിയില്ല. സെൽവ സാർ എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഡയറക്ടർ. നമ്മളിങ്ങനെ സെൽവരാഘവൻ സാറാണോ ഇത്? അബീക്കയുടെ മോൻ, ഭാഗ്യരാജിന്റെ മോൻ എന്നൊരു വിളിപ്പേര് ഇപ്പൊ നിങ്ങൾക്കില്ല. Definitely it is hard to break out of that shell and come. യൂത്തിനായിരിക്കാം ഷൈനികം, ബാക്കി പ്രായം കൂടിയ ആൾക്കാർക്ക് ഇപ്പോഴും ഞാൻ അബിയുടെ മകൻ തന്നെയാണ്. ബൾട്ടി എന്ന ചിത്രം സെപ്റ്റംബർ 26 തിയേറ്ററുകളിൽ എത്തുമ്പോൾ എന്നോടൊപ്പം ഷെയ്ൻ നിഗം, ശാന്തു രണ്ടുപേരും ചെയ്യുകയാണ്. ഹായ്, നമസ്കാരം ഗൈസ്. നമസ്കാരം. ഹരി. അപ്പം ഈ സിനിമയെ പറ്റി ചോദിക്കുമ്പോഴേക്കും നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ മാസ് ആക്ഷൻ, സ്പോർട്സ്, ഡ്രാമ, അങ്ങനെ ഒരു സംഭവമാണ്. മലയാളത്തിൽ അത്രയും ഇപ്പം ശാന്തു, നമുക്ക് മലയാളത്തിൽ അങ്ങനെ ഒരു റോ ആക്ഷൻ പടം വരാറില്ല, വളരെ കുറവാണ്. അപ്പം ഇത് ബൈലിംഗ്വലായിട്ടും കൂടി എടുക്കുമ്പോൾ ഷെയ്ൻ, നമ്മൾ ഇതിൽ കാണുന്ന ഒരു ഹൈ എന്താണ്? ഇത് തന്നെയാണോ അതിൻ്റെ ഒരു പ്രധാന ഹൈ? തീർച്ചയായിട്ടും ഇപ്പൊ തിയേറ്ററിക്കൽ എലമെന്റുകളൊക്കെ ഉള്ള എന്നാൽ കണ്ടന്റ് ഉള്ള സിനിമയായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതാണ് ഒരു തമിഴ് ഫ്ലേവർ ഉള്ള ഒരു മലയാള ചിത്രമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണോ? ஆமா, because யூசுவலா வந்து தமிழ்ல மாஸ் கமர்ஷியல் ஃபிலிம்ஸ் இருக்கும் அண்ட் மலையாளம் ஃபிலிம்ஸ் வந்து they concentrate more on content oriented. பட் இப்போ குறை நாட்களாக வந்து மலையாளத்தில் வந்து கண்டென்ட் வித் கமர்ஷியல் ஆஸ்பெக்ட்ஸ் வருது. ஃபார் எக்ஸாம்பிள் ஷேர்ட் RDX. ஸோ இது இட் வில் பி தட் கைண்ட் ஆஃப் ஃபிலிம். இட் வில் பி லைக் அ மிக்ஸ். இப்போ கதை நடக்கிறது தமிழ்நாடு கேரளா பார்டரான. ஸோ இந்த படமும் வந்து ஒரு தமிழ் படம் மலையாள படம் மிக்ஸ் பண்ணால் எப்படி இருக்கும், അതുപോലെ ഉണ്ടാവും. ഓക്കെ. ഇപ്പം ഈ പടത്തിനെ പറ്റി പറയുമ്പോൾ ഇപ്പം ജാലക്കാരി ട്രെൻഡിങ് ആവുന്നുണ്ട്. നിങ്ങൾ കോളേജസിൽ പോയിട്ട് അതിന്റെ വീഡിയോസും റീൽസും എല്ലാം കൂടെ ആ ഒരു രീതിയിൽ ഒരു വൈറൽ മോഡിലോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ലിറിക്കൽ വീഡിയോയിൽ ഇങ്ങനെ ഒരു ഹുക്ക് സ്റ്റെപ്പ് ഇപ്പൊ അനിവാര്യമാണോ? പക്ഷേ ഇങ്ങനെ പിള്ളേരെ പിടിച്ചിരുത്തുക എന്നുള്ളത് ഇപ്പൊ ഒരു ഭാഗമായില്ലേ? നമ്മള് ട്രെൻഡിനൊപ്പം പോകുക എന്നുള്ളതാണ്. ട്രെൻഡിനൊപ്പം പോകാന്നുള്ളത് മാത്രമല്ല, അതായത് ഒരുപാട് പേര് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതും ഈ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് പ്രൊമോഷൻ ഒരു ആസ്പെക്ട് ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ RDXല് നീലനിലവായിരുന്നു ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോ ഒരു വർഷത്തിന് ശേഷം ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ, പിന്നെ ഡാൻസ് എനിക്ക് പ്രിയപ്പെട്ട ഒരു മേഖലയും കൂടെ ആയതുകൊണ്ട് അങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ശാന്തു, ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടൊരു സംഭവം കണ്ട, കോൾ മീ ശാന്തു, ഡോണ്ട് കോൾ മീ ശാന്തു ഭാഗ്യരാജ്, നെപ്പോട്ടിസം എന്ന് പറഞ്ഞ സംഭവം. ഇപ്പം രണ്ടുപേരും ഇപ്പം അബീക്കയുടെ മോൻ, ഭാഗ്യരാജിന്റെ മോൻ എന്നൊരു വിളിപ്പേര് ഇപ്പൊ നിങ്ങൾക്കില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ഹൗ ഫാർ അതിന് വേണ്ടി നിങ്ങൾ പോകേണ്ടി വന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ ചില പറയപ്പെട്ടതായിരിക്കും, നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജ് അതുണ്ടല്ലോ, വാസ് ഇറ്റ് ടയർസം അങ്ങനെ ഒരു നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളൊരു സംഭവം? Definitely, because edutone there is a baggage on us. See, namma vandu I want to work only as Shantanu, but audience and expectation, you know, they already they keeping a baggage on us. You know, avanga their expectation is more. Ipo enna ketta na vandu Shantanu oda boundaries adukulla na work பண்ணுவேன், adukulla na successful ah irpen. But ஒவ்வொருத்தரோட perspective is different on success. You know, their everyone's perspective one fan base ah irukum illa one business ah irukum. But Shantanu as an actor, I am comfortable with what I am doing. எனக்கு ஒரு சினிமா கழிச்சு அடுத்த சினிமா, അതിൻ്റെ കാരണം എനിക്ക് തങ്കം കിട്ടി, തങ്കം കാരണം എനിക്ക് ബ്ലൂ സ്റ്റാർ കിട്ടി, ഇപ്പോൾ തങ്കം ആൻഡ് ബ്ലൂ സ്റ്റാർ കാരണം എനിക്ക് ബൾട്ടി കിട്ടി. സോ ഐ ആം സക്സസ്ഫുൾ ഇൻ മൈ ഇത്. ബട്ട് വെൻ ഓഡിയൻസ് എക്സ്പെക്ടേഷൻ കംസ്, അത് இன்னுം കുറച്ച് ടൈം ആവും. So definitely it is hard to break out of that shell and come. I am still under the process. Shane has made a mark. He's created name. I don't think you're still under that process. I feel I'm still under the process. I still feel, you know, I'm yet to break that shell even more. ആണോ? ഷെയ്ൻ അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ഷെയ്ൻ അങ്ങനെ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അത് ബ്രേക്ക് ചെയ്ത് വന്നതാണ്. ഇപ്പൊ കിസ്മത്ത് ഒക്കെ റിലീസ് ആവുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നല്ലോ പേര്. പക്ഷെ കമ്മിങ് ഫോർ ഇത് 25th ഫിലിം ആകുമ്പോഴേക്കും അതൊക്കെ മാറി. അങ്ങനെയല്ല ബ്രോ, ഇപ്പൊ അതൊരു ബാഗേജ് എന്നുള്ളതല്ല ബ്രോ, അതൊരു അഭിമാനമാണ്. ഇന്നാളുടെ മകൻ എന്നറിയപ്പെടുന്നത്, അത് ഇപ്പൊ വാർച്ചി മരിച്ചു പോയാലും ഇന്നും ഇപ്പോ എന്താ പറയാ, ഒരു നല്ലൊരു സിനിമ വന്നാൽ ഇതിനെപ്പറ്റി നല്ലത് പറഞ്ഞാൽ വാപ്ചിനെയും എല്ലാവരും ഓർക്കുമല്ലോ. അത് വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക്. പിന്നെ പിന്നെ വാപ്ചി സക്സസ്ഫുൾ ആയ ഒരു മേഖല മിമിക്രി എന്ന വേദികളിലാണല്ലോ. ഇപ്പൊ സിനിമയിൽ അങ്ങനെ നോക്കിയാലല്ല. പിന്നെ എനിക്ക് അവസരങ്ങൾ കിട്ടി വന്നതും
വാപ്ചിയുടെ മകനാണ്, അതായത് ഇന്നാളുടെ അബിയുടെ മകനാണ് എന്നുള്ള ഒരു ലേബലിലായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്കത് ആദ്യമേ അങ്ങനെ ഒരു ബാഗേജ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലില്ലായിരുന്നു. പക്ഷെ എനിക്ക് അഭിമാനമാണ് ഇന്നാളുടെ മകൻ എന്ന ആൾക്കാർ വിളിക്കുമ്പോൾ. ഇപ്പൊ കുറച്ച് പ്രായം കൂടിയ ആൾക്കാർ, ഇപ്പൊ യൂത്തിനായിരിക്കാം ഷൈനികം, ബാക്കി പ്രായം കൂടിയ ആൾക്കാർക്ക് ഇപ്പോഴും ഞാൻ അബിയുടെ മകൻ തന്നെയാണ്. അത് വലിയൊരു അഭിമാനം, സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. സത്യം ഷീൻ, ഒരു അഭിമാനമായിട്ട് തന്നെ തോന്നുന്നു. ഇപ്പം ഷീൻ എടുക്കുന്ന ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം RDX ഒരു കമേഴ്ഷ്യൽ ആണെങ്കിൽ ഭൂതകാലം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. യു ട്രൈങ്, അതായത് നമ്മൾ ജോണർ ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പല ക്യാരക്ടേഴ്സും ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം എത്തേണ്ട ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഇതിന് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഷീൻ, നമ്മൾ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പം ഇത് തിരഞ്ഞെടുക്കുന്ന എനിക്ക് ഷീനെ കാണുമ്പോൾ എനിക്ക് വളരെ റോ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്നത്. ഇതെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്തത്? സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതൊരു നിമിത്തം പോലെ സംഭവിക്കുന്നതാണ് അതിനകത്ത്. കാരണം ഇപ്പൊ ലാസ്റ്റത്തെ ഇപ്പൊ 3 പടം, ഇപ്പൊ ബൾട്ടി, അതിനു മുമ്പ് ഇറങ്ങേണ്ട പടമായിരുന്നു ഹാല്, പിന്നെ ഇപ്പൊ ജിത്തു സാറിന്റെ പ്രൊഡക്ഷനിൽ ചെയ്ത ദൃഢം, അതൊരു പോലീസ് പടം. ഈ 3നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ലൈനപ്പ് ചെയ്തതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ദൈവം തന്നെ ലൈനപ്പ് ആക്കി തന്നതാ. അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഇന്ന പടം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യണം എന്നെല്ലാം ചൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രീഡത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. വന്ന് സംഭവിക്കുന്നതാണ് കാര്യം. ഹാല് ചെയ്തത് എനിക്ക് തോന്നുന്നു ബൾട്ടീനയിലും കുറെ ഒരു ബൾട്ടിക്ക് മുന്നേ ചെയ്ത പടമാണ്. അത് കഴിഞ്ഞ് ഹാല് കഴിഞ്ഞിട്ടാണ് ബൾട്ടി ചെയ്യുന്നത്, ബൾട്ടി ചെയ്തിട്ട് ദൃഢം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലൈനപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു ഫ്രീഡത്തിലല്ല ഞാൻ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. ഇപ്പോൾ ഹാലിലെ കഥാപാത്രം മുടി കളർ ചെയ്തിട്ട് ഒരു റാപ്പർ, ഒരു കോഴിക്കോടൻ റാപ്പറിന്റെ ഒരു ക്യാരക്ടർ കിട്ടി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ബൾട്ടി ഇതിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഹെയർ സ്റ്റൈൽ പിടിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയായിരിക്കും ഞാൻ ചെയ്യണേ എന്നൊന്നും പോലും ഹാല് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല. ആ ഒരു ഇൻ ആൻഡ് അറൗണ്ട് ആ ടൈമിലാണ് ഞാൻ കമ്മിറ്റ് ചെയ്യാം. ഞാൻ ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്ത് വെക്കാറില്ല, വേറെ ഒന്നുമായിട്ടല്ല. അത് പിന്നീട് നമുക്ക് ഒരു കുറെ കമ്മിറ്റ്മെന്റ്സ്, ബാധ്യതകളൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അതിനുശേഷം ചെയ്യേണ്ട പടം മാത്രമേ വെച്ച് പോകാറുള്ളൂ. അപ്പൊ മുമ്പ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കമ്മിറ്റ്മെന്റുകൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാനും നമുക്കൊരു ഇമോഷണൽ ബാധ്യത പെട്ടെന്ന് എന്നെ ബാധിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ചില കമ്മിറ്റ്മെന്റുകളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നറുണ്ട്. അപ്പൊ ഈ ഒരു ലൈനപ്പ് എനിക്ക് അതായത് നിമിത്തം പോലെ എനിക്ക് ഡിസൈൻ ആയി തന്നതാണ്. അതിൽ എനിക്ക് ലുക്കും വ്യത്യസ്തമായി അല്ലെങ്കിൽ ക്യാരക്ടർ വൈസും വ്യത്യസ്തമായി എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ഇത് ഞാൻ എടുത്തൊരു ഡിസിഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഹാലും ബൾട്ടിയും കൂടെ ഇപ്പൊ 2 തലത്തിലായാലും പോലും റിലീസ് എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഹാല് റിലീസ് ആവേണ്ടിയിരുന്നത് ഏപ്രിലായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കഴിഞ്ഞ ഡിസംബർ റിലീസ് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ അതിന്റെ ഷൂട്ട് കുറെ പ്രൊഡക്ഷന്റെ കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണം തന്നെ അത് നീണ്ടുപോയിരുന്നു. പിന്നെ അത് ഇപ്പോ റിലീസിന് വെച്ചു, ഏപ്രിൽ റിലീസിന് വെച്ചു. പക്ഷെ അപ്പോഴും ഷൂട്ട് 2 സോങ് അവർക്ക് പെൻഡിങ് വന്നു, അത് തീർക്കാൻ പറ്റിയിരുന്നില്ല. നമ്മള് ഫ്രീ ആയിരുന്ന ഡേറ്റുകൾക്ക് അവർക്ക് അവരുടെ ഫണ്ട് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അങ്ങനെ അത് നീണ്ട് ഈ ഒരു പ്രോസസ്സിൽ എത്തിയതാണ്. അതും അവരെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അതെ ഇപ്പൊ ഈ 2 സിനിമ അടുപ്പിച്ച് വന്നതിൽ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. കാര്യം ആൾക്കാർക്ക് ഒരേ ആളെ തന്നെ 2 വ്യത്യസ്തമായ രൂപത്തിൽ കാണാലോ ഏകദേശം ഒരു കാലയളവിൽ തന്നെ. പക്ഷെ അതൊരു തലവേദന ആവാറുണ്ടോ? ശരി, ഇപ്പൊ KFB ഉൾപ്പെടെ ഇടപെട്ടിട്ടാണല്ലോ ഇപ്പൊ ഈ 2 സിനിമകളുടെ റിലീസ് ഡേറ്റ് കൃത്യമായ ഡേറ്റിൽ ഇപ്പൊ ചാർട്ട് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ പടം തന്നെ വരുന്നു, ക്ലാഷ്, ഉറപ്പായിട്ടും അതൊരു സന്തോഷം ഉണ്ടാവുന്നതായിരിക്കും. സന്തോഷം അല്ല, ഉറപ്പായിട്ടും സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ വ്യത്യസ്തമായി ഇതിൽ കാണാം. പക്ഷെ അതിന് വേറൊരു ആസ്പെക്ട് ഉള്ളതെന്ന് വെച്ചാൽ ഈ 2 പ്രൊഡ്യൂസേഴ്സും വലിയൊരു ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെച്ചേക്കാന്നുള്ളതാണ് അതിന്റെ ഒരു വശം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അസോസിയേഷനൊക്കെ ഇടപെട്ടിട്ട് കൃത്യം 2 പേർക്കും സ്പേസ് ഉള്ള രീതിയിൽ അത് പ്ലാൻ ചെയ്തത്. ഇപ്പൊ എല്ലാം ഓക്കെയാണ്. പിന്നെ അതാണല്ലോ അവര് തന്നെ പോസ്റ്റ് ചെയ്തത്. ശാന്തനു ഇപ്പം ഏഞ്ചൽ ജോണിലാണ് വന്നത്, പിന്നെ അതിനുശേഷം ഒരു കണ്ടിട്ടില്ല, മലയാളത്തിലേക്ക് വന്നിട്ടില്ല. അപ്പം 2 ചോദ്യങ്ങൾ. ഒന്ന്, CCയിൽ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്? ഞാനൊക്കെ CCയിൽ ഭയങ്കര ഫാനാണ്. അപ്പോൾ നമ്മൾ ചെന്നൈ റൈനോസിൽ ശാന്തനു കളിക്കുന്ന കാണുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ശാന്തനുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട്. അതൊന്ന്. 2, ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചതിന് ശേഷമാണ് പിന്നെ ഇവിടെ വീണ്ടും മലയാളത്തിലേക്ക് വരുന്നത്. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെ ലാലേട്ടൻ ഇപ്പൊ കിട്ടി നിൽക്കുന്ന സ്റ്റേജാണ്. ഈ 2ഉം എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു ലാൽ സർ ഫോർ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. இப்போது சிசியில் எனக்கு வந்து ஸ்கூல்லேருந்து ஐ ஆல்வேஸ் பீன் அ வெரி பேஷனேட் கிரிக்கெட்டர். പക്ഷേ കോളേജ് വന്ന പിന്നെ അച്ഛൻ പറഞ്ഞത് യു ഡിസൈഡ് ഐദർ ക്രിക്കറ്റ് ഓർ സിനിമ.
അപ്പോൾ എൻ്റെ പാഷൻ ഓൾവേസ് സിനിമ ആണ്, ആർട്സ് ആൻഡ് കൾച്ചർ. സോ അതിനാണ് സിനിമ സെലക്ട് ചെയ്തിട്ട് വന്നത്. അത് പിന്നെ ഞാൻ സെലിബ്രിറ്റി ക്രിക്കറ്റ് ആടാൻ തുടങ്ങി. പിന്നെ എനിക്ക് അശ്വിൻ, രവിചന്ദ്രൻ അശ്വിൻ്റെ ടീമിൽ TNC തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷനിൽ ആ ടീമിൽ കളിക്കാൻ ചാൻസ് കിട്ടി എനിക്ക്. സോ അതിൽ 5th ഡിവിഷനിൽ ഞാൻ കളിച്ചു. അത് പിന്നെ അവിടെ നിന്ന് പ്രൊമോട്ടായി ഞാൻ 4th ഡിവിഷനിൽ കളിച്ചു. സോ ദെൻ ഇറ്റ് ബിക്കേം വെരി ടയർസം ബിക്കോസ് നമ്മളുടെ ഫീൽഡ് വേറെ, ക്രിക്കറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. സോ ദെൻ ഐ സ്റ്റക്ക് ഓൺലി ടു CCL. പക്ഷേ ദാറ്റ് ഇസ് cricket always ஒரு passion இருக்கு. So happy with that 1 month and the CCL time rate is more like a boys trip out, you know. எல்லா actors நாங்க சேர்ந்து, we are not actors over there, we are only cricketers on the field அந்த மாதிரி. So about லாலேட்டன், எனக்கு ஏஞ்சல் ஜான் കഴിഞ്ഞ പിന്നെ எனக்கு see as an actor எனக்கு എനിക്കുമേ I want to tell a few characters, I want to tell few stories. പക്ഷേ after ഏഞ്ചൽ ജോൺ എനിക്ക് അത്ര നന്നായിട്ട് ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല. So I stopped, you know, I didn't take up those offers. And obviously நம்ம ஃபேஸை காமிக்காம இருந்தோம்னா people will forget us. ஸோ அந்த மாதிரி கபடி லாங்குவேஜ் சொல்கிறோம்னா லாங் ஹாஃப் டைம் எனக்கு மலையாள சினிமாகும். പക്ഷേ നൗ ആഫ്റ്റർ തങ്കം, പാവക്കഥകൾ തങ്കം, അത് പിന്നെ ബ്ലൂ സ്റ്റാർ, അത് കണ്ടിട്ട് ഉണ്ണി എന്നെ വിളിച്ചു ആൻഡ് ഹി ഗേവ് മീ ദിസ് ക്യാരക്ടർ. ആൻഡ് എനിക്ക് വളരെ സന്തോഷം. ഐ വാസ് വെരി വെരി ഹാപ്പി ബിക്കോസ് ഇത് ഞാൻ ഒരു റീലോഞ്ച് ഞാൻ വിചാരിക്കണം ഇൻ മലയാളം. ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനറ്റായിട്ട് അത് ഉണ്ടാവും. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു വലിയ പ്രൊഡക്ഷനാണ്. And Shane is a big star here in Malayalam. So acting in a pivotal role along with Shane, it is something I think I'm very, very lucky. You know, I only believe that என்னோட efforts and hard work I put in all these years, அது எனக்கு gave me this chance. So with someone like Shane and a very good team, Sai Abhyankar and நல்ல technical team and great support cast, you know, Selvaraghavan sir, Alphonse Puthran Cheta and Purnima Andriji Chechi. So I think I will not get a better film to get relaunched with. அண்ட் இது எல்லாத்துக்கும் நான் ஃபர்ஸ்ட்டு தேங்க்ஸ் நான் ஷேனுக்கு சொல்லணும். பிகாஸ் இந்த பிள்ளையார் சொல்லின்னு சொல்லுவாங்களே, இட் ஆல் ஸ்டார்டட் வித் ஷேன். இஃப் ஷேன் வந்து பல்ட்டி ஓகே பண்ணலன்னா இந்த ப்ராஜெக்ட் நடந்திருக்காது. ஸோ ஷேன் கிட்ட இருந்தா ഈ പ്രോജക്റ്റ് തുടങ്ങി. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു ഷേൻ ഓൾസോ ഫോർ ദാറ്റ്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ശാന്തനു ബ്രോ ചെയ്ത കുമാർ എന്ന കഥാപാത്രം സിനിമ കണ്ടതിന് ശേഷം എല്ലാ കാലവും സംസാരിക്കും. അത് വളരെ 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 ഈ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അത് ഞാൻ എന്റെ സൈഡിൽ നിന്ന് പറയാം. അത് പുള്ളിക്കാരൻ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു. എനിക്ക് സന്തോഷം തോന്നുന്ന ട്രെയിലറിൽ തന്നെ നിങ്ങളെ കാണിച്ചിരിക്കുന്ന രീതിയാണ്. ശാന്തനുടെ പോസ് കാണുമ്പോഴേ കുമാറിന് എഴുതി കാണിക്കുന്നത് കബഡി കബഡി കോട്ടകത്ത് യു ഗേവ് ദാറ്റ് പോസ് റൈറ്റ്, അത് കാണുന്നത് അല്ലെങ്കിൽ ഷെയ്ൻ ആ പാട്ടിന് ഉൾപ്പെടെ ട്രെയിലറിൽ തന്നെ കാണുന്ന ഒരു സ്റ്റൈലുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, റോ ആയിട്ട് നമുക്ക് അങ്ങനെ സംഭവം കിട്ടാറുള്ളത്. പക്ഷെ ഇപ്പൊ പറയുന്ന പോലെ തന്നെ 92 ദിവസം ഈ സിനിമ ഷൂട്ട് ചെയ്തു. ഒറ്റ ഷെഡ്യൂളായിരുന്നല്ലേ? എങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത്? ഒറ്റ ഷെഡ്യൂളിൽ 92 ദിവസം ഷെയ്ൻ നിഗം ഇപ്പോഴും കമ്മിറ്റ് ചെയ്യും? ഇനി ഒരു പടം ഇതുപോലെ കമ്മിറ്റ് ചെയ്യും? അങ്ങനെ ചോദിച്ചാൽ ഇടയ്ക്ക് ബ്രേക്ക് വേണ്ടി വരും ബ്രോ. കാര്യം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അത് ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, അത്യാവശ്യം എല്ലാ സീക്വൻസും ഹെവിയാണ്. അതായത് ചുമ്മാ നിന്ന് സംസാരിക്കുന്ന സീനുകളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ സംസാരിക്കണ്ടെങ്കിൽ പോലും അടുത്തൊരു 10 സെക്കൻഡ് ഇടി കൊടുക്കും. അങ്ങനത്തെ 3 വലിയ ഫൈറ്റ് ഉണ്ട്, 2 വലിയ കബഡി സീക്വൻസ് ഉണ്ട്. അപ്പോ ഇതെല്ലാം എന്താ പറയാ, ബാക്ക് ടു ബാക്ക് ആയിട്ടൊക്കെ അവസാന നാളുകളൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ആസ് പെർ ദ പ്ലാൻ പോലെ തന്നെ എപ്പോഴും പോകണം എന്നില്ലല്ലോ. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വന്ന സമയത്ത് എല്ലാ സാഹചര്യങ്ങളും കൊണ്ടും, അതിപ്പോ ഒരാളുടെ ഇതല്ല, അങ്ങനെ വന്നപ്പോ അത്യാവശ്യം കുറച്ച് ഹെക്റ്റിക് ആയി ടുവേർഡ്സ് എന്റെ ഒക്കെ ആയപ്പോഴത്തേക്കും. ലാസ്റ്റ് കബഡിയൊക്കെ എനിക്ക് തോന്നുന്നു പൊള്ളാച്ചിയുടെ വെയില്, ഞാൻ കോയമ്പത്തൂർ ആ വെയില് എനിക്ക് തോന്നുന്നു അന്ന് അവിടെ സൈഡില് BBQ ഗ്രിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷ് ചേട്ടന്റെ ബിഗ് മൗത്തിന്റെ ആഡ് വെച്ചിട്ടുണ്ട്. അതേ അവസ്ഥയായിരുന്നു ഞങ്ങളുടെ. പൊരിച്ചെടുക്കുന്ന ചൂട്, അതില് മൺ കബഡി, അതില് മറ്റേ ബൾട്ടി, അതില് മറ്റേ പുള്ളിയുടെ ഡാഷ്, അതായത് എല്ലാരും ഹെവി സാധനങ്ങളാണ് ചെയ്യുന്നത്. രസമായിരുന്നു. അതൊരു ത്രില്ലായിരുന്നു ബ്രോ. അത് ഇനി അങ്ങനെ ഒരു പരിപാടികളൊക്കെ അതാണ്. കബഡിയൊക്കെ നമ്മൾ ഇനി ചെയ്യുമോന്നോ ഒന്നും അറിയില്ല. അങ്ങനെ കിട്ടിയൊരു ചാൻസ് നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ, ഇപ്പൊ ഞാൻ മാത്രമല്ല, നമ്മുടെ ആക്ടേഴ്സ് മാത്രമല്ല, അതിലെല്ലാ ടെക്നീഷ്യൻസും, ആക്ഷൻ ആയാലും ശരി, അലക്സേട്ടൻ ആയാലും ശരി, നമ്മുടെ ക്യാമറമാൻ DOP ആണെങ്കിലും ശരി, ഉണ്ണി നമ്മൾ പറയാൻ ഒരിക്കലും എന്താ പറയാ, പുള്ളി ഒരുപാട് വളരെ കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വന്നു. സിനിമയിലേക്ക് അതായത്
കുറെ നാൾ അസിസ്റ്റന്റ് ഡയറക്ടറായി നടന്നു എന്നുള്ളതല്ല, പക്ഷെ അയാളുടെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അയാൾ കുറെ പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് പുള്ളിയുടെ ഒരു കഥ പറച്ചില്ലോ അല്ലെങ്കിൽ പുള്ളി അത്രയും ഡീപ്പായിട്ട് ഇതിനകത്ത് ഇറങ്ങി ചെന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഒരു ടീം എഫേർട്ടായിരുന്നു അത്. ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ വളരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ നമുക്ക് ഇത് ചെയ്തു തീർക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പൊ സായി ഓൺ ബോർഡ് വരുവാണല്ലോ. ഇപ്പം ഞാനിപ്പോ വിചാരിച്ചല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് വിസിറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു രാവിലെ. അപ്പം അവിടെ പ്രൊഡ്യൂസർ പറഞ്ഞത് സായിനെ ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ പടത്തിന്റെ ബഡ്ജറ്റ് സായിയുടെ ഇത് റെമ്യൂണറേഷൻ എന്നുള്ളതാണ്. സായി നിങ്ങൾ അപ്പോഴേ ലോക്ക് ചെയ്തു എന്നുള്ളതാണല്ലോ ഇതിന്റെ ഒരു. സായി എത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പ്രോജക്റ്റിന് ബഡ്ജറ്റ്? അതോ പറയേണ്ട കാര്യമില്ലല്ലോ ബ്രോ. അത് എന്താ പറയാ, സെൻസേഷണൽ എന്നൊക്കെ പറഞ്ഞ വാക്ക് ചുരുങ്ങിപ്പോവും. കാര്യം പുള്ളിയുടെ പാട്ടുകള് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ മാത്രം ട്രെൻഡിങ് ആകും എന്ന് അങ്ങനത്തെ പാട്ടുകളല്ല. കുറെ കാലം നിൽക്കും ബ്രോ. ആ പാട്ടുകള് ഭയങ്കര കേൾക്കും തോറും ഇഷ്ടം തോന്നുന്ന പാട്ടുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പുള്ളിയുടെ പാട്ടുകളെല്ലാം. അതായത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ എവർഗ്രീൻ. പക്ഷെ പയ്യൻ അതായത് ചെറുപ്പ പയ്യനായതുകൊണ്ട് നമ്മൾ വലിയ വലിയ ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും അവന് കൊടുക്കണ്ട എന്നുള്ളതാണ്. അവൻ സായിൽ നിന്നും ഇനിയും ഒരുപാട് നമുക്ക് വരാനുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ബ്രോ ഇത്രയും വലിയ വലിയ പ്രോജക്റ്റുകളാണ് ആറ്റ്ലി പ്രോജക്റ്റ്. അപ്പൊ അതൊക്കെ മാഷാഅല്ലാ വളരെയധികം ഉയരത്തിലേക്ക് അവന്റെ മ്യൂസിക്കും അവന്റെ പേരും എത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും കുറച്ച് ഭാഗങ്ങളെല്ലാം കേട്ടായിരുന്നു. ഇപ്പൊ ഈവൻ നിങ്ങൾ ട്രെയിലറിന്റെ മ്യൂസിക് എല്ലാം ശ്രദ്ധിച്ചില്ലേ? സെയിം ടൈം ക്ലാസ് വേണമെന്ന മാസമാണ്. ആ ഒരു മീറ്റർ ഉണ്ട് മറ്റേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നോക്കാം. ഈ ക്ലൈമാക്സ് ഒക്കെ ഒരു പെട്ടപ്പിക്കൽ സാധനമൊക്കെ പ്രതീക്ഷിക്കാം. അല്ല ബ്രോ, ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ യൂഷ്വൽ അല്ലാത്ത മീറ്ററുകളൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു അതാ ഞാൻ പറഞ്ഞത്, ഈ സ്പോർട്സ് ആക്ഷൻ ഡ്രാമയിൽ അവസാനം ഒരു സ്പോർട്സ് സീൻ പ്രതീക്ഷിക്കും. അതില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. ഇപ്പൊ നായകന്റെ ടീം ഉണ്ട്, അവര് ജയിക്കുന്നിടത്ത് പടം തീരുന്നിടത്താണല്ലോ നമ്മൾ മിക്കപ്പോഴും. അല്ല ഒരിക്കലും അല്ല. ഇതൊരു കബഡി പടം മാത്രമല്ല, അത് കബഡിയും ഒരു ക്യാരക്ടറാണെന്നുള്ളൂ. സെക്കൻഡ് ഹാഫിലേക്ക് ഇതൊരു ഗാങ്സ്റ്റർ ഡ്രാമയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ഉറപ്പായിട്ടും വില്ലന്മാരെ നിങ്ങൾക്ക് ട്രെയിലറിൽ മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെയാണ്. സെൽവാ സാറുണ്ട്, അൽഫോൺസ് ചേട്ടനുണ്ട്, പൂർണിമ ചേച്ചിയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഇവരും ഈ പയ്യന്മാരും തമ്മിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് സിനിമ. അതിൽ കബഡി ഒരു മെയിൻ ഘടകമാണെന്നുള്ളത്. പക്ഷെ സെൽവ സാറിനെ പറ്റി ഇപ്പൊ നമ്മളെ ഇപ്പൊ പുതുപ്പേട്ട ആയിക്കോട്ടെ, ഇപ്പൊ NGK ഉൾപ്പെടെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. എന്തെങ്കിലും ആ മനുഷ്യനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ പറയുന്നത് ചേട്ടാ, ഞാൻ സെൽവ സാർ മാത്രം ഇപ്പൊ അൽഫോൺസ് പുത്രൻ പൂർണ്ണിമ ഒക്കെ ഉണ്ടെങ്കിൽ പോലും സെൽവ സാർ എന്ന് പറയുന്ന ഒരു ലെജൻഡറി ഡയറക്ടർ നിങ്ങളോട് വന്ന് എങ്ങനെ ബ്ലെൻഡ് ആവുന്നത്, ലൈക്ക് ആസ് എൻ ആക്ടർ പുള്ളി എന്നെ ബ്ലെൻഡ് ആവുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഐ തിങ്ക് ஃபர்ஸ்ட் ஷாட் எங்களுக்கு வாஸ் ஒரு சாங்கோட மாண்டாஜ். ஸோ செல்வா சார் வந்து கார் ஓட்டுவார். நான், ஷேன், அப்புறம் சிவா, ஜாக்சன் எல்லாருமே காரில் உட்காந்துக்கிட்டு இருக்கோம். ஃபர்ஸ்ட் டைம் நாங்கள் வந்து அவரை மீட் பண்ணுறது ரோட்ல. ஆமாம், நானும் வந்து பர்சனலாக சென்னையில் மீட்டே பண்ணதில்லை. ஸோ ஃபர்ஸ்ட் டைம் அவரை மீட் பண்ணுறேன். எங்களோட அந்த கார் சீக்வன்ஸ் பாலக்காடில் அந்த மெயின் மார்க்கெட் ரோடில். ஸோ அது வளர பிஸியான ரோடாங்க. அண்ட் ஈவினிங் 5 o'clock டிராஃபிக்கில் காரில் வந்து கேமரா எல்லாம் ரிக் செய்துட்டு செல்வா சார் கார் ஓட்டணும். அப்போ ஃபர்ஸ்ட் டைம் நாங்கள் அவரை ரோட்டில் மீட் பண்ணுறோம். மீட் பண்ண எல்லா பிளெஸிங்ஸ் எல்லாமே எடுத்துகிட்டு உட்காந்து எங்களுக்கு என்ன பேசுறதுன்னு தெரில. ஏன்னா செல்வா சார் சச் அ பிக் ஜீனியஸ். அவர் எப்படி நம்மளோட பழகுவார், அவர் ஸ்ட்ரிக்டாக இருப்பாரா, ஈஸியாக ஃப்ரெண்டு மாதிரி இருப்பாரான்னு தெரியல. ஆக்ஷன்னு சொன்னோன்னே ஏதோ ஒரு ரொம்ப வருஷமாக எங்களோட பழகின மாதிரி அவ்வளோ ஜாலியாக ஒரு ஃப்ரெண்டு மாதிரி பேச ஆரம்பிச்சிட்டாரு. ஸோ இம்மீடியட்லி எங்கள் எல்லாருமே ஒரு ஐஸ் பிரேக்கர். நாங்கள் ஒரு செல்வராகவன் சார்ங்கிறதே மறந்துட்டோம். கூட நடிச்சிட்டு இருக்கிற ஒரு ஃப்ரெண்டு மாதிரி நாங்கள் ஃபீல் பண்ண ஆரம்பிச்சோம். தட் இஸ் த கம்ஃபர்ட் ஹி கேவ் அஸ். அண்ட் என்றைக்குமே அவர் எதுலேயுமே இன்டர்ஃபியரே பண்ண மாட்டார். ஷார்ட்டை முடிச்சுட்டு போய் உட்காந்துருவார். உன்னி வந்து ஏதாச்சும் சார் ஒரு வாட்டி ஷார்ட்டை பாருங்க அப்படின்னு கேட்டால் நீங்கள் என்ன எடுக்கிறீங்கன்னு எனக்கு தெரியும், சூப்பராக எடுக்கிறீங்க, நீங்கள் விடுங்க நான் பார்க்க மாட்டேன் அப்படிங்கிறவாரு. ஸோ ஐ திங்க் தட் ജീനിയസ് ലെവൽ ആൻഡ് സ്റ്റിൽ ദാറ്റ് ഹ്യൂമിലിറ്റി ഈസ് വെരി വെരി ഗുഡ്. അയ്യോ ഞെട്ടൽ എന്നുള്ളതല്ല ബ്രോ. ഇപ്പൊ ആലോചിച്ച് നോക്ക്, സ്കൂളിൽ ഇരിക്കുന്ന ജക്സൺ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട് അവനെ കളിയാക്കാൻ തുടങ്ങി നമ്മളെ പോലെ. അത് നമ്മളിങ്ങനെ സെൽവരാഘവൻ സാറാണോ ഇത് എന്നുള്ളൊരു നിമിഷം നമുക്ക് സ്റ്റക്കായി. പിന്നെ പുള്ളിക്കാരൻ ഭയങ്കര കൂളായിട്ടാണ് നമ്മളോട് എല്ലാവരോടും പെരുമാറിയത്. എന്നാൽ നമ്മളോട് ഒരുപാട് മിണ്ടുന്നു അങ്ങനെയല്ല, ഇപ്പൊ എപ്പോഴും വിളിക്കാൻ പറ്റുന്ന ഫ്രണ്ട് അതൊന്നും അല്ല. പക്ഷെ നമ്മളോട് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര പരിഗണന തന്നു എന്നുള്ളതാണ്. അല്ലാതെ അങ്ങനെ ഒരു ഡയറക്ടർ ആ സാധനം നമുക്ക് തന്നില്ല.
അടിപൊളിയായിരുന്നു. അതെ, ഇപ്പൊ സന്തോഷ് ടി ഗുരുവിള എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ബാനർ ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് ഇപ്പം നാഷണൽ അവാർഡ് വരെ എത്തി നിൽക്കുന്ന പ്രൊഡക്ഷൻ കമ്പനി. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ബഡ്ജറ്റിനെ പറ്റിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ഞെട്ടൽ തോന്നിയത്. കാരണം ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം മലയാള സിനിമ അങ്ങനെ ഇപ്പം ലോക പോലൊരു സിനിമ വന്നു, ഇപ്പം DQ പ്രൊഡ്യൂസ് ചെയ്യുന്നു, തരംഗം വന്നു. പക്ഷെ അതിലേക്ക് ഇപ്പോൾ നമ്മളൊരു 4 crore 5 crore 6 crore അങ്ങനെ വളരെ ചുരുങ്ങിയ ഒരു സിനിമകൾ എടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ബൾട്ടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്ഷൻ ഹൗസിലെ സിനിമ ഭയങ്കരമായിട്ട് വീക്ഷിക്കുന്നവർക്ക് ആ പ്രൊഡക്ഷൻ ഹൗസ് നൽകുന്ന ഒരു വിശ്വാസവും കൂടിയുണ്ട്. അത് എത്രമാത്രം പുഷ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടായിരിക്കും തോന്നുന്നത്? ഞങ്ങള് പൂർണ്ണമായും ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ്. കാര്യം സാറ് ചെയ്തു വെച്ചിരിക്കുന്ന പടങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന ടൈപ്പ് പടങ്ങളാണ്. എല്ലാം വെവ്വേറെ രീതികള്, വെവ്വേറെ എന്താ പറയാ യുണീക്ക് സിനിമകളാണ് എല്ലാം. മായാനദി ആയാലും, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനായാലും, മഹേഷിന്റെ പ്രതികാരമായാലും, എന്നാത്തം കേസൂടായാലും. പക്ഷെ സാർ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ട്രൈ ചെയ്തേക്കുന്നത് ഒരു കുറേ കൂടെ ഒരു തിയേറ്ററിക്കൽ പടം, അടി ഇടി ബഹളം വയലൻസ് ഒക്കെ ഉള്ള അത്യാവശ്യം ഒരു എനർജറ്റിക് പ്രോഗ്രാമിലുള്ള ഒരു പടം എന്നുള്ള രീതിയിലാണ് സാർ ഇത് ട്രൈ ഔട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബഡ്ജറ്റും ആ രീതിയിൽ തന്നെ പോയെന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് ഇതിന്റെ പ്രൊഡ്യൂസർ സന്തോഷ് ചേട്ടനോടും കൂടെയുള്ള പ്രൊഡ്യൂസർ ബിനു ചേട്ടനോടുമാണ്. കാരണം ഇത്രയും വലിയൊരു ബഡ്ജറ്റ് എന്നെയും ഞങ്ങളെല്ലാരെയും വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ചെറിയ പടങ്ങളാണ് എല്ലാരും. കാര്യം എന്താ പറയാ, ഇതൊരു ഗാമ്പിൾ തന്നെയാണല്ലോ ബ്രോ. സിനിമ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഈ ഇന്ന സിനിമയാണ് ഫ്രൈഡേ വർക്കാവണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഗാമ്പിൾ ഇത്രയും വലിയൊരു പൈസ ഞങ്ങളുടെ മേളിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ സന്തോഷ് ചേട്ടനോടും ബിനു ചേട്ടനോടും പറയുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. മലയാള സിനിമ പല രീതിയിൽ നഷ്ടങ്ങളിലാണെന്നുള്ള കണക്കുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു സംഭവം കൂടെ നടക്കുന്നത്. വലിയൊരു നന്ദി. ഇപ്പോ സന്തോഷ് സാரோட ഫിലിമോഗ്രാഫി എടുത്ത് பார்த்தா all are unique films and எல்லாமே only content மட்டும் நம்பி பண்ணுவாரு. ஸோ நான் என்னைக்குமே வந்து I see a difference between a producer and a financier. கரெக்ட். ஒரு ஃபினான்சியர் தான் வந்து இந்த படத்தோட பட்ஜெட் என்ன, இதுக்கு என்ன மாதிரி ஆக்டர் டெக்னீஷியன் உள்ள கொண்டு வரலாம், எப்படி பிஸ்னஸை பெருசாக்கலாம், ஸோ எப்படி ப்ராஃபிட் சம்பாதிக்கலாம், அது மட்டும் தான் பார்ப்பாங்க. ஹீஸ் ஒன்லி அ ஃபினான்ஷியர். பட் ஒரு ப்ரொடியூசர் மாத்திரமே அவங்க வந்து அந்த கிரியேட்டிவாக அந்த ப்ராஜெக்ட்டுக்கு என்ன வேணும், പാഷനേറ്റാ அந்த ப்ராஜெக்ட் எப்படி செட்டப் பண்ணலாம், ஹவு டு அசெம்பிள் அ ப்ராஜெக்ட், அது ஒரு ப்ரொடியூസർക്ക് மட்டும் தான் தெரியும். ആ സിനിമയ്ക്ക് കറക്റ്റായ ആൾക്കാരെ വെക്കുക എന്നുള്ളത് ചിന്തിക്കുന്നത്. ഇപ്പൊ ഓക്കെ ഇയാളെ വെച്ച് ഇത്രയും പൈസ കിട്ടുമെന്ന് ഓർത്തിട്ടല്ല, ആ സിനിമയ്ക്ക് ഇയാളാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് മുടക്കുന്നത്. അത് രണ്ടാ. അതാണ് ഫിനാൻസിയറും പ്രൊഡ്യൂസറും പറഞ്ഞത്. அதனால்தான் ஆஸ் டைரக்டர் வந்து உன்னி ஆஸ் டைரக்டரா ஒரு கிரியேட்டிவா என்னெல்லாம் கேட்டாரோ எல்லாமே கொடுத்தாங்க. ப்ளஸ் சின்ஸ் உன்னி வந்து ஒரு புது டைரக்டரா இருக்கிறதுனால அவருக்கு சப்போர்ட் பண்ணுறதுக்கு வெரி எக்ஸ்பீரியன்ஸ் டெக்னீஷியன்ஸ் கொடுத்தாரு. ரைட் ஃப்ரம் ஆர் டிஓபி அண்ட் எடிட்டர் எல்லாருமே எக்ஸ்பீரியன்ஸ் டெக்னீஷியன்ஸ் கொடுத்தாங்க. அதாவது ஒரு டைரக்டருக்கு ஒரு சப்போர்ட் இருக்கும். அண்ட் ஆஸ் அ டைரக்டராக அவர் என்னென்ன ஆக்டர் கேட்டாரோ எல்லாருமே கொடுத்தாங்க. ஸோ ஐ திங்க் தேர் வெரி பேஷனேட் ப்ரொடியூசர்ஸ் அண்ட் கண்டிப்பாக கண்டென்ட்டை நம்பி எடுக்கிறாங்க. எஸ் இட் இஸ் எக்ஸ்பெரிமெண்டல், எல்லாமே ஒரு ரிஸ்க் தான். பட் அட்லீஸ்ட் அந்த பேஷனுக்காக அவங்க எடுக்கிறப்போ நான் ஆத்மாத்மா வேண்டிக்கிறேன் தட் இந்த படம் ஒரு பெரிய சக்ஸஸ் ஆகணும் for all of us and mainly for the producer. ഇപ്പൊ ലോകയുടെ സക്സസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാരണം ആ ഡയറക്ടർ പോലും പറയുന്നത് ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇത്രയും വലിയൊരു റീച്ചിലേക്ക് ഈ സിനിമ പോകും എന്നുള്ളതാണ്. അതായത് ഇപ്പം ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് ഉൾപ്പെടെയുള്ള ഇപ്പൊ തമിഴിൽ ഉൾപ്പെടെ തെലുങ്കിൽ ഉൾപ്പെടെയുള്ളവർ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്, ഇത് വലിയൊരു കൊളാബറേഷനിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. ശാന്തു എങ്ങനെയാണ് ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി നിലവിൽ നോക്കിക്കാണുന്നത്? ലൈക്ക് ഫ്രം ഏഞ്ചൽ ജോൺ ടു ദിസ് എങ്ങനെയുണ്ട് മലയാളം സിനിമ ഇൻഡസ്ട്രി സീൻ ചെയ്യുന്നത് ആസ് എ വ്യൂവർ കേട്ടോ, പുറത്തുനിന്ന് കാണുന്ന? ഇല്ല, ആസ് എ തമിഴ് இண்டஸ்ட்ரி பர்சன் என்றைக்குமே வந்து தமிழ் ஆடியன்ஸுக்கு மலையாள சினிமா மேலே ஒரு பெரிய ரெஸ்பெக்ட் இருக்குது. பிகாஸ் இங்கே ரைட்டர்ஸ்க்கு அவ்வளோ இம்பார்ட்டன்ஸ் கொடுப்பாங்க, ரைட்டிங் அண்ட் கண்டென்ட்டுக்கு ரொம்ப இம்பார்ட்டன்ஸ் கொடுப்பாங்க. இப்போ தான் மலையாள சினிமா ஸ்லோவாக இட் இஸ் ஷிஃப்டிங் இன் டு கண்டென்ட் வித் கமர்ஷியல் ஆஸ்பெக்ட்ஸ். பட் தமிழ் சினிமாவில் வேற ஒரு ப்ராப்ளம், அவங்க வந்து ஒரு பிஸ்னஸ் பின்னாடி ஓடுறாங்க. ஸோ தட் இஸ் வை நிறைய விஷயங்கள் மிஸ் ஆகுது. ஸோ இப்போ வந்து இது வந்து பல்டி வில் பி அ மிக்சர் ஆஃப் தமிழ் சினிமா அண்ட் மலையாளம் சினிமா, வேர் கமர்ஷியல் ஆஸ்பெக்ட் இருக்கும், அட் த சேம் டைம் கண்டென்ட்டும் இருக்கும் ஸ்ட்ராங்காக. ஸோ மலையாள சினிமா இஸ் நாட் சேஞ்ச் பெருசாக. தேர் ஒர்க்கிங் பேட்டர்ன், நான் வந்து ஏஞ்சல் ஜானில் ஒர்க் பண்ணுறப்போ இதே ஒர்க்கிங் ஸ்கெடியூல் தான், லாங் ஒர்க்கிங் ஸ்கெடியூல்ஸ். இப்போவும் அதே லாங் ஒர்க்கிங் ஸ்கெடியூல்ஸ் தான். பட் என்ன ரொம்ப மரியாதையான விஷயம்னா இவ்வளோ லாங் ஒர்க்கிங் ஸ்கெடியூல்ஸ் கம்பேரிட்டிவ்லி இங்கே இருக்கிற பேட்டாஸ் எல்லாமே வந்து மலையாள சினிமாவில் கம்மி கம்பேர்ட் டு தமிழ் இண்டஸ்ட்ரி, பிகாஸ் தி இண்டஸ்ட்ரி இஸ் ஸ்மாலர். ஆனால் அப்படி இருந்தும் ஆல் தி டெக்னீஷியன்ஸ் அவ்வளோ பேஷனேட்டாக ஒர்க் பண்ணுறாங்க ஃபார் த லவ் ஆஃப் சினிமா.
ஸோ அது வந்து மாறவே இல்லை இன் மலையாள சினிமா. ஸோ தட் அது வந்து ஒரு பெரிய ரெஸ்പെക്ട് ഓൾവേസ് ഓൺ മലയാളം സിനിമ. ഓക്കെ. ശരി, ഇപ്പം പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസേഴ്സിന്റെ ഈ തുക അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഒരു സിനിമ റിലീസായി അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതിന്റെ ഇങ്ങനെ കണക്കുകൾ പുറത്തു വിടുന്നതിനെ പറ്റി എന്താണ്? അത് നിർത്തി, എന്നാൽ പോലും അത് ഗുണം ചെയ്തിരുന്നു. പല നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതാണല്ലോ. അങ്ങനെയല്ല ബ്രോ, അതൊരു പുതിയൊരാള് ഇപ്പൊ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നവർക്ക് ചിലപ്പോ അതൊന്ന് പേടിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങനെ തോന്നിയത്രോ. അത് നിർത്തിയത് ഇപ്പൊ അതിനുള്ളിൽ തന്നെ ടോക്ക് വന്നോണ്ടാണല്ലോ അത് ഇപ്പൊ ഉണ്ടാവുന്നത്. അവര് വലിയ വലിയ ആൾക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല, നമ്മളതിനകത്ത് എന്ത് പറയാൻ. ഇപ്പൊ ലോകേനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഞാൻ വളരെ പ്രൗഡാണ്. കാര്യം ഒരു വലിയൊരു ജോണറാണ് നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. അതായത് ഒരിക്കലും ഇങ്ങനെ ഒരു സറിയൽ ആയിട്ടുള്ള ഒരു എലമെന്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഇത്തരം ഷൂട്ടിംഗ് രീതികളൊക്കെ മലയാളത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്ന് പ്രാക്ടിക്കലാക്കി തന്നതിന് ദുൽഖറിനോടും ഡൊമിനിക്കിനോടും അതിലെല്ലാവരോടും ഞാൻ വലിയൊരു ഹാറ്റ്സ് ഓഫ് പറയാണ്. ഞങ്ങളുടെ വക ടീം ബൾട്ടിയുടെ വക വലിയൊരു ഹാറ്റ്സ് ഓഫ് പറയാണ്. കാര്യം അത് വലിയൊരു ഇന്നല്ല, നമുക്കൊരു അടുത്തൊരു 10 കൊല്ലത്തിൽ അറിയാം ലോക ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്നുള്ള കാര്യം. അതൊരു വലിയൊരു അടുത്തൊരു ഫാന്റസി എന്ന് പറഞ്ഞ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ധൈര്യമാണ് എല്ലാവർക്കും കൊടുത്തത്. അതിന് ആ മൂവി ട്രസ്റ്റ് ചെയ്ത DQ സൽമാന്റെ വലിയൊരു ഹാറ്റ്സ് ഓഫ്. അതുപോലെ ശരി പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു OTT ബിസിനസ് അവർ ലോക്ക് ചെയ്തിട്ടില്ല. അവരിപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ റിലീസിന് മുന്നേ പോലും ദേ ഹാഡ് എ കൺവിക്ഷൻ. ഇത് ഞങ്ങൾ പടത്തിൽ തിയേറ്ററിലേക്ക് വരുന്നുള്ളൂ, അതിന് മുമ്പ് ഞങ്ങൾക്ക് ലാഭം വേണ്ട, തിയേറ്ററിൽ കളിച്ച് എങ്ങനെയാണോ കിട്ടുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എത്ര പ്രൊഡ്യൂസേഴ്സ് എടുക്കുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പൊ സന്തോഷം അങ്ങനെയൊക്കെ തന്നെ എടുത്തിച്ചേക്കണം. ഞാൻ അതിലോട്ടാണ് വരുന്നത്. ഇപ്പൊ ബൾട്ടിയും അതുപോലെ ലോക്ക് ചെയ്യാതെ വരുന്നത്. ബ്രോ അങ്ങനെയൊക്കെയുള്ള പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാന്ന് പറയുന്നത് തന്നെയാണ് ബ്രോ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭാഗ്യം ചെയ്ത ഫസ്റ്റ് ഡയറക്ടർ ഉണ്ണി ശിവലിംഗമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഫസ്റ്റ് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയതിൽ 10 ഇരട്ടി ഭാഗ്യം കിട്ടിയ ഒരു ഡയറക്ടറാണ് ഉണ്ണി ശിവലിംഗം. ഇങ്ങനെ ഒരു പ്രൊഡ്യൂസേഴ്സിനെ കിട്ടണമെങ്കിൽ അതേറെ കണ്ണൊന്നും കിട്ടാതിരിക്കട്ടെ. അത്രയും കാസ്റ്റ് കാണുമ്പോഴേ ഉണ്ടാവുന്നു. അല്ല അതാണ് ബ്രോ, അത് ഇവരായതുകൊണ്ട് നടന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ബാക്കി ആൾക്കാരാണെങ്കിൽ ഒരുപാട് കച്ചവട കണക്കുകളായിരിക്കും നമ്മുടെ മുമ്പിൽ വെക്കുക. അപ്പൊ നമുക്ക് டெஃபினட்டா வேற ப்ரொடியூசர்ஸ் இருந்திருந்தா இந்த பட்ஜெட்டுக்கும் இந்த மாதிரி ஒரு நம்பர் ஆஃப் டேஸ் ஷூட்டிங்க்கும் இந்த மாதிரி ஒரு டீம் செட்டப் பண்ணியிருக்க மாட்டாங்க. அண்ட் இவ்வளோ டேஸ் ஷூட்டிங் இவ்வளோ பட்ஜெட் யாரும் ஒத்துக்க மாட்டாங்க. பட் இது எல்லாமே அவங்க பியூரா பண்ணது பேஷன் ஃபார் திஸ் கண்டென்ட் அண்ட் பேஷன் ஃபார் சினிமா. ലാസ്റ്റ് വേർഡ് ബൾട്ടി ടു ഓഡിയൻസ്. സെപ്റ്റംബർ 26 റിലീസിന് എത്തുന്ന ഷെയ്ൻ എന്താണ്? ബ്രോ യു സേ ഫസ്റ്റ്. ബൾട്ടി ഇമോഷണൽ സിനിമ, അതിൻ്റെ ഫാൻസ്ക്കാണ് സിനിമ ബൾട്ടി. ആക്ഷൻ ലവേഴ്സ്ക്കാണ് സിനിമ ബൾട്ടി. റൊമാൻസ് ലവേഴ്സ്ക്കാണ് സിനിമ ബൾട്ടി. കമേഴ്ഷ്യൽ ആസ്പെക്റ്റാണ് സിനിമ ബൾട്ടി. ഫ്രണ്ട്ഷിപ്പ്ക്കാണ് സിനിമ ബൾട്ടി. കംപ്ലീറ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് സിനിമ ലവേഴ്സ് അല്ലേ, അവർ എല്ലാവർക്കുമാണ് സിനിമ ബൾട്ടി. ഈ വരുന്ന 26-ാം തീയതി സെപ്റ്റംബർ 26-ാം തീയതിയാണ് ബൾട്ടി റിലീസാകുന്നത്. ഒരുപാട് ആഗ്രഹിച്ച് നല്ല രീതിയിൽ അതിനുവേണ്ടി പറ്റുന്ന രീതിയിലെല്ലാം എഫേർട്ട് ഇട്ട് ചെയ്ത സിനിമയാണ്. നിങ്ങളെല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പം ഇപ്പൊ ഹൈപ്പിന്റെ കാര്യം പറയുന്നതും കൂടെ ചോദിക്കുകയാണ്. ഈ ഹൈപ്പ് നമ്മൾ ഉറപ്പായിട്ടും അത് എങ്ങനെയാണ് ചെയ്യുന്ന നോക്കുകയാണ്. അതും കൂടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും. കാരണം ഇപ്പം ശാന്തിന് പറയുന്നത് കേട്ടും ട്രെയിലർ കാണുമ്പോഴും പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു ഹൈപ്പുണ്ട്. ഇപ്പൊ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടി വരുന്നത് പോലും. കാരണം ട്രെയിലർ നിങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് അവരൊരു കഥ ഡിസൈൻ ചെയ്യും. അത് വന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് നെഗറ്റീവ് ആവും. ഹൈപ്പ് എത്രമാത്രം വില്ലനാവോ അതോ നായകനാണോ? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സിനിമയെ കുറിച്ച് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ വിധിയെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ആരുമല്ല. നമുക്ക് ആർക്കും അതിനുള്ള ഒരു കഴിവും ദൈവം തന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ദിവസം ഇറങ്ങുന്ന ദിവസം ഓഡിയൻസ് ഇത്രയും പേര്, അതായത് 100-200 പേര്, എത്ര പേര് ആ തിയേറ്ററിൽ ഇരിക്കണ ആൾക്കാരെ ഒറ്റയടിക്ക് കണക്റ്റായി അവസാനം വരെ കൊണ്ടുപോയി അവരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന അതെന്തോ ഒരു മാജിക്കാണ് സിനിമ. അതിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാമെങ്കിൽ എല്ലാവരും അത്രയും നല്ല പടങ്ങളല്ലേ എടുക്കും. ഞാനടക്കം അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും നല്ല പടങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതൊരു മാജിക്കാണ്. അത് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് ആ ദിവസം. അന്ന് തന്നെ ഞാനും എല്ലാവരും അറിയുന്നുള്ളൂ എന്താണ് അതിന്റെ അവസാനം. മാജിക് ബൾട്ടിക്കും ഉണ്ടാവട്ടെ എന്ന് സെപ്റ്റംബർ 26 അടിപൊളിയാവട്ടെ, നിങ്ങളുടെ ദിവസമായിട്ട് മാറട്ടെ. താങ്ക് യു ഷെയ്ൻ, താങ്ക് യു ശാന്തു. எனக்கு பர்சனலா லைக் நான் எல்லா ஃபங்க்ஷனையும் சொல்லிட்டு இருக்கேன். எனக்கும் கேரளாவுக்கு ஒரு വലിയ ബന്ധമുണ്ട്. എൻ്റെ അമ്മയുടെ ആദ്യത്തെ സിനിമ
സിനിമ കരിയർ മലയാളത്തിൽ തുടങ്ങി അത് ലാലേട്ടനോട്. എന്നോട് സെക്കൻഡ് സിനിമ ഇൻ മൈ എൻറ്റയർ ലൈഫ് മൈ കരിയർ அது லாலேட்டனோட தொடங்கி. ஸோ என்னோட அம்மாவுக்கு மலையாளம் ஆடியன்ஸ் எந்த அளவுக்கு சப்போர்ட் கொடுத்தாங்களோ எங்கள் அம்மாவுக்கு ஒரு பெரிய கெரியர் கிரியேட் பண்ணி கொடுத்தாங்க மலையாளத்தில். ஸோ அதே சப்போர்ட்டை எனக்கும் ப்ளஸ் இந்த டீமுக்கும் கொடுப்பாங்கன்னு ഉണ്ടാവും, ഇവിടെ ഉണ്ടായാൽ മതി. ആളുകൾ തരും, ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും താങ്ക് യു ഗൈസ്, താങ്ക് യു. Thank you.